ഇതേതാ സ്ഥലം എന്നറിയാം ഞങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇതാ ഇതും കാശ്മീരാട്ടോ. എന്നാൽ ഞാൻ പഞ്ചാബാണെന്ന് വിചാരിച്ചു. ഇന്നലെ ഇന്ന് പൊലച്ചക്ക് 3:30 വണ്ടി സൈഡാക്കിയതാണ്. നോക്കുമ്പോൾ ഇതും കാശ്മീർ എന്നാന്നല്ലേ. കാശ്മീരിട്ട് തീരുന്നില്ല. നമ്മൾ കണ്ട കാശ്മീരിൻ്റെ വേറൊരു മുഖാട്ടോ അത് ഇതുമായിട്ടൊരു ബന്ധമില്ല. ക്ലൈമറ്റിലായാലും നാട്ടുകാരുടെ കാര്യത്തിലായാലും പോലീസുകാരുടെ കാര്യത്തിലായാലും വരെ ഒരു ബന്ധമില്ല കേട്ടോ. ഇന്നലെ ഏതോ ഒരു വലിയൊരു മല, കുന്നും മലയൊക്കെ കയറി ഇറങ്ങി ഇന്ന് പൊലച്ചക്ക് 3:30 മണിക്കാണ് ഇവിടെ എത്തുന്നത്. ഓക്കെ, അതിൻ്റെ ആൾക്കാരും ഇതുമായിട്ട് ഒരു ബന്ധമില്ല. കാരണം ആൾക്കാർ നിപ്പ് തന്നെ നോക്ക് നിങ്ങൾ. അത് ഇതായിട്ട് കൾച്ചർ തന്നെ നല്ലൊരു വ്യത്യാസമുള്ള മാതിരി എനിക്ക് തോന്നുന്നത്. മറ്റേ തൊപ്പിയും കാര്യങ്ങളും വെറുതെ ഹിജാബും ഒക്കെ ഇട്ട കുറേ ആൾക്കാർ. ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമേ അല്ല കേട്ടോ. എല്ലാവരും കൊണ്ട് തിരിപ്പിക്കുന്നുണ്ട് അല്ലേ? ആ അച്ഛാ അച്ഛാ അവന് പൂരം തിന്നിട്ടേ ചങ്ക് കെട്ടി വെള്ളം കുടിക്കുക പാവോ. അപ്പം അതിൻ്റെ ഒരു പണി രാവിലെ തന്നെ പണി കൊടുത്താ. എന്നാൽ രാത്രി പഞ്ചാബാന്ന് വിചാരിച്ച് നിർത്തിയ സ്ഥലം കേട്ടോ. നോക്കുമ്പോൾ ഇതും കാശ്മീർ തന്നെയാണോ അല്ലേ? അല്ലെ 5-8 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് എത്തിയ സ്ഥലം. എന്നിട്ട് പിന്നെയും കാശ്മീർ തന്നെ. എന്തായാലും നല്ലോണം ഒന്ന് ഉറങ്ങി. കാശ്മീരിൽ വന്നതിന് ശേഷം ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നു. എന്നാലും ഇവിടെ നല്ലോണം കിടന്നങ്ങ് ഉറങ്ങി. വണ്ടി എടുക്കാട്ടോ. കാലത്ത് തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് റൂട്ട് മാപ്പ് കിട്ടൂല. ഇട്ടമ്പ നേരൊക്കെ അങ്ങ് പോവാം. ഇപ്പം എന്നാൽ നോക്കി യാത്രയെ കാണാം. റോഡിനൊന്നും കുഴപ്പമില്ല കേട്ടോ. എന്നാൽ രാത്രി കുറച്ച് സ്ഥലത്തൊക്കെ റോഡ് പണിയാനെ കൊണ്ടുള്ള റോഡ് അബദ്ധമേ ഉള്ളൂ. ബാക്കിയൊക്കെ സെറ്റാട്ടോ. അത് പോലീസുകാർ പോയി കാശ്മീരിലെ പോലീസ് അലച്ചനം കെട്ടിയിട്ട് നിങ്ങളെ പേടിച്ചിട്ടാണ് നമ്മൾ രാത്രി തന്നെ പഞ്ചാബ് കാരണം എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ നിന്നോ പഞ്ചാബ് പിന്നെ കാശ്മീരിൽ തന്നെ കിടന്നോ ഇവിടെ തന്നെ കാശ്മീരിൽ തന്നെ പെട്ട അവസ്ഥ ആയിപ്പോയി. അതിന് എ സി ഇല്ലാണ്ട് നല്ല വൃത്തിക്ക് ഉറങ്ങിയില്ലേ? എ സി അല്ല തണുപ്പില്ലാണ്ട്. ഓ ആ നല്ല ഉറക്കം ഉറങ്ങി. 11 മണിക്കാ പൊന്തിയ മോനെ. എല്ലാറാടുന്ന് അടിഞ്ഞ് ഞാനെടുത്ത് അങ്ങ് ഓഫാക്കി. ആ നല്ല വിളിച്ചോണ്ട്. പക്ഷെ ഞാൻ അറിയുന്നില്ല. ഞാൻ നല്ലോണം പുറത്ത് മൂടിയാൻ കിടന്നിട്ട്. സ്ലീപ്പിംഗ് ബാഗ് യൂസ് ആയി ഇന്നലെ തണുപ്പൊന്നും സ്ലീപ്പിംഗ് ബാഗിന് ഏക്കുന്നില്ല. മൈനസ് അല്ലേ വരുന്നത്. പിന്നെ എന്താക്കാനാ? സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടായിരുന്നു ഫാനൊക്കെ ഇട്ടിട്ട് ഇന്നലെ ഫാനൊക്കെ ഉണ്ടാക്കിക്കേ. എനിക്ക് നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളില് റൂഫിന്റെ തണുപ്പെല്ലാം കൂടി വന്നിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു. നല്ല വൃത്തിയുള്ള തണുപ്പായിരുന്നു. പിന്നെ ചടപ്പിക്കലില്ല. ഒരു മാസോ 20 ദിവസങ്ങൾക്ക് ശേഷം നല്ലൊരു ഉറക്കം ഉറങ്ങി. ശരിയാ കണ്ടോ? മിലിറ്ററിക്കാരെ മക്കളെ സ്കൂളിൽ കൊണ്ടുപോകാം കേട്ടോ. അത്രയും സെക്യൂരിറ്റി ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. എന്താന്ന് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ സ്പെഷ്യൽ ഏതെങ്കിലും വലിയ മേജറിന്റെ മക്കളൊക്കെ അയക്കും. ഫുള്ള് മിലിറ്ററി വണ്ടിയിൽ AK-47 ഒക്കെ പിടിച്ച് മക്കളെ സ്കൂളിൽ കൊണ്ടുപോകുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. അടുത്ത കേട്ടോ മിലിറ്ററി വണ്ടി കണ്ടോ? ഇതൊക്കെ ഏതോ വലിയ മേജർമാരെ മക്കളൊക്കെ അയക്കും അധികമോ. അങ്ങനെ തോന്നുന്നു. അല്ലാണ്ട് AK-47 പിടിച്ച് ഏതെങ്കിലും മക്കളെ സ്കൂളിൽ കൊണ്ടുപോകുമോ? കണ്ടോ മിലിറ്ററിക്കാരൻ ചിരിക്കുന്നുണ്ട് കേട്ടോ. മൂപ്പർക്ക് മനസ്സിലായത് KL വണ്ടിയാന്ന് കണ്ടപ്പോളേ. ഏതോ വലിയ ടീമായിരിക്കും. സെക്യൂരിറ്റിയിലൊക്കെ അല്ലാണ്ട് ഇങ്ങനെ കൊണ്ടുപോകില്ല. സ്കൂൾ ബസ്സും ഉണ്ട് കേട്ടോ. ഇപ്പൊ ടാറ്റയൊക്കെ താ നമ്മളെ പറഞ്ഞേക്ക. മോൻ ഡാൻസ് കളിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടോ? ഫുള്ള് ചില്ല തന്നെ മക്കള്. അയ്യോ മക്കള് ഫുൾ മിലിറ്ററി വണ്ടിയിലാണെങ്കിലും മക്കൾക്ക് ഉണ്ടാവില്ല ആഗ്രഹം. ആർമി ബസ്സാട്ടോ. നമ്പർ 3 കീപ്പ് ഡിസ്റ്റൻസ്. 1 2 തുളവ് കിട്ടും. നല്ല പേടി പോലെ വെക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഒന്നും ഉണ്ടാവില്ല. 4 സൈഡിൽ നിന്ന് തോക്കം കൊണ്ട് വരും. പിന്നെ ചടപടാ പരിപാടി ആയിരിക്കും. ഫുള്ള് മിലിറ്ററി ടീമാട്ടോ. ഫുള്ള് AK-47 അങ്ങനെ വിലപിടിപ്പ് പറഞ്ഞുവിടാ. ഇട്ടാ തുള വീണു വന്ന സാധനം കേട്ടോ കയ്യിലുള്ളത്. അതായത് മക്കൾക്ക് സെക്യൂരിറ്റി ആയിട്ട് പോവാ മിലിറ്ററി ബസ്സിന്. ജമ്മു കാശ്മീർ ബോർഡർ കേട്ടോ. കഴിഞ്ഞപ്പോ പഞ്ചാബ് എത്തി. ഫുള്ള് പാലാ. എന്തായാലും തലക്കെട്ട് കണ്ട് പഞ്ചാബ് എത്തി. ഇപ്പൊ കർട്ടൻ ഏരിയ അല്ലെങ്കിൽ ഇതിനോ? കർട്ടനും ഫിലിമും എല്ലാം ഇരിക്കില്ല. അതുകൊണ്ട് കുഴപ്പമില്ല.
ഉണ്ടല്ലേ നല്ലോണം വെക്ക്. എന്തായാലും നമുക്ക് ഫൈന് കിട്ടിക്ക് മക്കളെ. നമുക്ക് കിട്ടി പോച്ചക്ക് അങ്ങനെ വെക്കല്ല അതുപോലെ മനസ്സിലാവില്ലേ. ഇതാണ് അതിന്റെ മക്കള്. इंस्टाग्राम है, यूट्यूब है, थोड़ा फॉलो करेगा. ഓക്കെ താങ്ക് യു. ഇതാട്ടോ പതിനെട്ട് ടീമാണത്. കാണിക്കാൻ പറ്റുന്നില്ല, രക്ഷയില്ല കാണിക്കാൻ. അല്ലേ കാണിച്ചു തരാൻ. എന്തായാലും പഞ്ചാബിൽ നിന്ന് ഫൈൻ കിട്ടി. എന്തായാലും വൃത്തിക്ക് കിട്ടിക്ക്. എന്തായാലും കിട്ടി പോച്ചു മക്കളെ. കർട്ടന് ഫൈനുള്ള ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ. അതെനിക്ക് ഓർമ്മയില്ല കർട്ടനും ഫൈൻ ഉണ്ട് എന്നുള്ളത്. പഞ്ചാബിലുള്ള ഓരോരോ ദുൽമ്. എന്തായാലും പൈസ ആയിട്ട് പോകുന്നുണ്ട് നല്ല വൃത്തിക്ക്. കാശ്മീരിൽ ഫൈൻ കൊടുക്കണ്ട വിചാരിച്ചില്ല പഞ്ചാബിലേക്ക് പാഞ്ഞു വന്നു. നോക്ക് പഞ്ചാബിൽ അതിനേക്കാട്ടും വലിയ ഫൈന്. വല്ലാത്തൊരു കഥ ഉണ്ട്. കളിസാറിന്റെ മക്കൾക്കുള്ള തൊപ്പിയും കാര്യങ്ങളൊക്കെ രണ്ട് മരവും കൂടി വന്നിട്ട് നല്ല രസമുണ്ട് കാണാന്. ആത്തട മൈരി भैया भैया വണ്ടിന്റെ ടയർ കണ്ടോ? എജാതി. आपका नाम क्या है भैया? ऋषभा सिंह. अच्छा എന്താ മോനെ ടയർ നോക്ക്. ഒരു പഞ്ചാബി ഉണ്ടായിരുന്നു അയാളെ വണ്ടിന്റെ ടയർ ബസ് ഉണ്ടോ മുട്ടത്തോട് പോലെ. വൃത്തിയുള്ള ബസ് കാണണമെങ്കിൽ കേരളത്തിൽ തന്നെ വരണം കേട്ടോ. പെയിന്റിങ് ആയാലും കാര്യത്തിലായാലും സെറ്റപ്പ് ആയാലും വൃത്തിയുള്ള ബസ് കാണണമെങ്കിൽ കേരളത്തിൽ തന്നെ വരണം. ബാക്കിയൊക്കെ കണക്ക് നമ്മുടെ ടണലിനുള്ളിൽ കയറുന്ന അവസ്ഥ. അപ്പോ നോക്കുക ഉള്ള പൊടിയൂ. ക്യാമറയിൽ ഇരുട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ മരുന്ന്. അപ്പുറം നോക്ക് ഒരു കവാടം പോലെ കാണുന്നത്. ലാസ്റ്റ് വരെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. വണ്ടിപ്പരാന്തന്മാര് കേരളത്തിൽ മാത്രമല്ല പഞ്ചാബിൽ 1.6 വെർണാക്കി വെച്ചോണ്ട് നിങ്ങള് റോക്കറ്റ് പോലെ നാസേന്റെ റോക്കറ്റാന്ന് തോന്നുന്നു. വിട്ടും തരുന്നില്ല കേട്ടോ. നമുക്ക് സമാധാനത്തിൽ പോവാ. 1.5 മണിക്കൂർ ഓണാക്കിട്ടേ ഒക്കെ കഴിഞ്ഞിട്ടാ പിന്നെ ഓണാകുക. അതിൽ പിന്നെ ഒന്നിട്ട് കുടുങ്ങിയില്ല. അതതിന്റെ പ്രശ്നം. ഇവർക്ക് തോന്നണം ഓണായി വരണമെങ്കിൽ. ഞാൻ വിചാരിച്ചു വളവ് ഇപ്പം തീരെ അയക്കും, വളവ് ഇപ്പം തീരെ അയക്കുന്നു. ഇത് മഹാണ്ടിയിലേക്ക് ഷോർട്ട് അടിക്കാൻ നോക്കിയതാ. ഷോർട്ട് അടിച്ച് ഇന്നലെ ഒരു വൈക്ക് അയക്കി. ഇപ്പൊ അതിനെക്കാട് വലിയ വിഷയമാകുമോ? ഇപ്പൊ മാണ്ടി ബോർഡൊക്കെ കണ്ടു എന്നിട്ട് കയറ്റി. പക്ഷെ ഫുള്ള് മലഞ്ചരവും സെറ്റപ്പ് സ്ഥലമാട്ടോ. ഹൈവേ അല്ല, അതുകൊണ്ടാ. സുമതി വളവാന്ന് തോന്നുന്നു. സുമതി വളവ് തീരുന്നില്ല. അത് റൗണ്ട് ഇങ്ങനെ അടിക്കന്നെ ആ മോഡല്. അടിപൊളി വ്യൂവാ. ചെങ്കുത്തായ വളവാട്ടോ. നമ്മള് പണ്ട് ലൈസൻസ് എടുക്കുമ്പോ ചെങ്കുത്തായ കയറ്റം പഠിച്ചിട്ടില്ല. അതൊക്കെ എന്തിനു വേണ്ടിട്ടാണ് ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. ഇപ്പൊ തിരിഞ്ഞ് എന്തിനായത് പഠിപ്പിച്ചത്. വേറൊരു വളവായത്. അതന്നെ ചില്ലറ വളവല്ല. ഇതാ ഒരു വളവ് കണ്ടോളി. പക്ഷെ കഴിഞ്ഞ പടം അടുത്ത വളവാ. ചെണ്ടപ്പടയും പറഞ്ഞിട്ട് പിന്നെ നമ്മള് മണാലി ടണലിനുള്ളിൽ കേറിട്ടോ. കാശ്മീരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന റോഡ് ബ്ലോക്ക് ആയതിനെ കൊണ്ട് പിന്നെ ജമ്മു കൂടിയൊക്കെ ഇറങ്ങി നമ്മൾ ഇവിടെ തന്നെ എത്തിക്കി മണാലി ടണലിനുള്ളിൽ. എന്തായാലും വീട്ടിന്റെ പണിയാ കിട്ടിയത്. നല്ല ഷോട്ട് കിട്ടും. റൂമിലെത്തിയില്ല മോളെ. ഇതാ ഓഫ് റോഡ് അടിച്ചോണ്ട് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ളു. പക്ഷേ 2 മണിക്കൂർ വേണം എത്താൻ.